പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗത്ത് ശുശ്രൂഷയും ദൈവത്തിന്റെ ശക്തിയും അതിശക്തമായി ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ഉപയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് മാത്രമാണ് മറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സുവിശേഷം, സദ്വാധ്വാനം, ഇത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇരുതര വാളുപോലെയാ കടന്നു ചെല്ലുന്നത്. ചേതനയിലും സന്ധിമജ്ജകളും തുളച്ചു കയറും ദൈവത്തിന്റെ വചനം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സർവചരാചരങ്ങളെയും ഉണ്ടാക്കിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും മാറ്റിക്കളഞ്ഞവനാണ് നമ്മുടെ ദൈവം. ഈ കർത്താവിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്, മറഞ്ഞിരിക്കുന്നു എങ്കിൽ, ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ആർക്കാണ്? നശിച്ചു പോകുന്നവർക്ക് മാത്രമാണ് ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവർ ഈ വചനം കേൾക്കുവാൻ തയ്യാറാകും. ഈ വചന സന്ദേശം അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയാകും. കാരണം ഇത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്, യേശുവിന്റെ ജീവിതമാണ്, യേശുവിന്റെ കൂടെ കടന്നു പോകാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള വഴിത്തിരിവാണ് ഈ സുവിശേഷം. നമ്മുടെ പാപം മോചിക്കുവാൻ ഈ ലോകത്തിൽ ഒരു കർമ്മത്തിനോ ക്രിയയ്ക്കോ ഒരു പ്രവൃത്തിക്കോ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം മോചിച്ചത് ഏകയാഗത്താൽ കാൽവരി ക്രൂശിലെ ക്രൂശിത മരണത്തിലൂടെ മാത്രമാണ് നമുക്കുടെ പാപങ്ങളെ മോചിച്ചത്. ആരെങ്കിലും പറയാം നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ മോചിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു നിന്റെ പാപങ്ങൾ ഇന്ന് മോചിച്ചതാണ്. നീ യേശുവിനെ രക്ഷിതാവും നാഥനുമായി വിശ്വസിക്കാനും യേശുക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുവാനും നീ ഇന്ന് തയ്യാറായാലുണ്ടല്ലോ, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് വർഗത്തിൽപ്പെട്ടവനായാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും, ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈവനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഒരുപോലെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരേ ഒരാൾ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ജാതിയില്ല, മതമില്ല. എല്ലാ മനുഷ്യനു വേണ്ടിയും കാൽവരി ക്രൂശിൽ മരിച്ചത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബൈബിളിലെ വചനം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമം. ആര് വിളിച്ചാലും, യേശുവിന്റെ നാമം വിളിച്ചാൽ അവരെല്ലാവരും രക്ഷിക്കപ്പെടാൻ ഇടവരും. വേറൊരു നാമവും നമുക്ക് ആർക്കും നൽകിയിട്ടില്ല. നമ്മൾ വേറൊരു നാമത്തിൽ വിളിച്ചാലും നമുക്ക് രക്ഷ കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവിടുന്ന് വചനം ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ആർക്കാ മറയുന്നത്? ഇത് കേൾക്കുമ്പോൾ അത് ക്രിസ്ത്യാനിയുടെ ദൈവമല്ലേ, ഇത് കേൾക്കുമ്പോൾ അത് അവർക്ക് ഉള്ള ദൈവമല്ലേ എന്ന് പറഞ്ഞ് വേർതിരിക്കരുത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന രക്തം, ഹിന്ദു ആയാലും മുസ്ലിമാനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാം രക്തത്തിന്റെ കളർ ചുമപ്പ് തന്നെയാ. പ്രിയമുള്ളവർ, കാരണം ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യനെയും ഒരുപോലെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം നമ്മൾക്ക് സൃഷ്ടികളായ മനുഷ്യരോട് ദൈവം പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ ദൈവം എവിടെയാ ഉള്ളത്? നിങ്ങളുടെ ദൈവം, എന്റെ ദൈവം സ്വർഗത്തിലാണുള്ളതെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. നിങ്ങളുടെ ദൈവം സ്വർഗത്തിലാണോ? അത് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. ഒരു നിമിഷം നമുക്ക്
നമ്മുടെ ദൈവത്തെ ഒന്ന് അന്വേഷിക്കണ്ടേ, അറിയണ്ടേ ദൈവം ജീവിക്കുന്ന ദൈവമാണോ എന്ന്, വിളിച്ചാൽ ഉത്തരം തരുമോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. യേശുവിന്റെ നാമം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചേ, മറ്റെല്ലാ നാമത്തെയും മാറ്റി നിർത്തിയിട്ട് യേശുവിന്റെ നാമം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചേ. ദൈവമാണെങ്കിൽ അവിടെ പ്രവൃത്തി നടക്കും, അടയാളം നടക്കും, അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ നാമത്തിൽ വിശ്വസിക്കരുത്. ഈ നാമം അത്ഭുതം നടത്തുന്ന നാമമാണ് പ്രിയമുള്ളവരെ. അത് ലോകത്തിൽ ആര് പ്രാർത്ഥിച്ചാലും ദൈവം യേശു ക്രിസ്തുവിലൂടെ വലിയ പ്രവൃത്തിയെ നടത്തും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, മറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്നവർക്കെങ്കിൽ അത് രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമം യേശു എന്ന നാമമാണ്. ഈ നാമത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങപ്പെടുവാനും എല്ലാ നാവും ഏറ്റു പറയുവാനും കർത്താവ് കൃപയെ പകരണം. ഈ അഭിഷേകം എന്ന വചന സന്ദേശം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.